നമസ്കാരം. തങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആണവായുധ ഭീഷണി ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് എന്നും ശക്തമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഇറാൻ ലോകത്തോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി തന്നെ ഇത് ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. മറിച്ച് ഇറാൻ സമ്പുഷ്ടീകരണവുമായി, അതായത് അവരുടെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. 2023 മുതൽ തന്നെ ഇസ്രയേൽ തുടർച്ചയായി ഇറാനെതിരെ ഈ ആണവ ഭീഷണി ഉയർത്തുന്നുണ്ട്. 2023 ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ ഇതിനെ സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു ക്രെഡിബിൾ ന്യൂക്ലിയർ ത്രെട്ട് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സംഘടനയിൽ നടത്തിയ പ്രസംഗം തന്നെ വിവാദമായതാണ്. ധാരാളം രാജ്യങ്ങൾ അന്ന് പ്രതിഷേധവുമായി വന്നതാണ്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ മാത്രമല്ല, പലതവണ ഇപ്പോഴും ഇസ്രായേൽ ഇത് ആവർത്തിക്കുകയാണ്. തങ്ങൾ തീർച്ചയായും ആണവായുധം ഉപയോഗിക്കുമെന്നുള്ള സൂചനയാണ്. മാത്രമല്ല, ബൈഡന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഇറാന്റെ പല കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ആണവ പദ്ധതികൾ തയ്യാറാക്കിയതായിട്ടുള്ള വാർത്ത അവരുടെ ഇന്റലിജൻസ് ശേഖരിച്ചിരുന്നു എന്നുള്ള വാർത്ത അവർ വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും നിരന്തരമായി ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ആണവ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തയ്യാറാക്കിയിട്ടുണ്ട് എന്നും മിസൈൽ ലോഞ്ചറുകൾ തങ്ങൾ അതിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് എന്നുമാണ് അയത്തുള്ള ഖമേനി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ യുറേനിയൻ സമ്പുഷ്ടീകരണ പ്രക്രിയയുമായി മുന്നോട്ട് പോകും എന്നുള്ള സൂചനയാണ് അവർ അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ആണവ നയത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ അത് ഭൂഗർഭ തലത്തിൽ നടത്താൻ പാടില്ല എന്നും 3%-ലധികം, അതായത് ഒരു ആണവായുധമാക്കി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ലെവലിലേക്ക് ആ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നുള്ള നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒമാന്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക മറ്റൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു കൺസോർഷ്യം, ഒരു ആണവ കൺസോർഷ്യം ഉണ്ടാക്കണം. അതിനകത്ത് സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ എല്ലാം UAE ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസോർഷ്യം ഉണ്ടാകണമെന്നും അവർക്ക് അവരുടെ പരിപൂർണമായ മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെ ഉണ്ടാകണം എന്നുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അമേരിക്ക ഇറാൻ ഈ ചർച്ച പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അമേരിക്ക ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ഈ ആവശ്യങ്ങളോട് ഭംഗിയായി അല്ലെങ്കിൽ പോസിറ്റീവായി പ്രതികരിച്ചാൽ തീർച്ചയായും അവർക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പടിപടിയായി കൈക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഭീഷണിയെ ആരും വില കുറച്ച് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനോടകം തന്നെ പലതവണ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ പല കേന്ദ്രങ്ങളിലും ആണവായുധം ഉപയോഗിക്കുവാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇത് വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും ശക്തമായി അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ തങ്ങൾ അത് തടുക്കുന്നതിന് പൂർണ്ണ സജ്ജമാണെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ പലതവണ സൂചന നൽകിയിട്ടുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനി ഇതിനോടകം തന്നെ അമേരിക്കയുടെ പ്രപ്പോസലിനോട്, നിർദ്ദേശങ്ങളോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്ക് തങ്ങളുടെ പ്രതിരോധത്തിനുള്ള അവകാശമുണ്ടെന്നും തങ്ങളുടെ വികസനത്തിനായിട്ടാണ് തങ്ങൾ ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ പ്രധാനമായും ആണവായുധത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഉണ്ട്. എങ്കിലും ആണവായുധം, അണ്ടർഗ്രൗണ്ട് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായും ആണവായുധങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. അമേരിക്കയുടെ കൺസോർഷ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന നടപടിയോടും അതുപോലെ തന്നെ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് 3% ആക്കി ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങളോടും ഇറാൻ പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ ഒരുക്കി ഇറാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇസ്രായേൽ ആകട്ടെ ശക്തമായ ഗാസ ആക്രമണവും പാലസ്തീൻ ആക്രമണവും കടുപ്പിക്കുന്നതിനിടയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ ആശങ്കകൾ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഇസ്രായേൽ പൂർണ്ണമായും പാലസ്തീനെ ഇല്ലാതാക്കുന്നതിനും ഗാസ പിടിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്തുണയായിട്ട് നൽകുന്ന അല്ലെങ്കിൽ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അവരുടെ ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്.
എന്തായാലും കാത്തിരിക്കുക തന്നെ. ഇസ്രായേലിന്റെ ഈ നടപടികളും ഭീഷണിയും എത്രത്തോളം ഇറാനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്.